മലയാളത്തിലെ യുവ സംവിധായകരിൽ വളരെയധികം ശ്രദ്ധേയമായ സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് കൃഷാന്ത്. കൃഷാന്തിന്റെ പുതിയ ചിത്രമായ മസ്തിഷ്ക മരണം ഗംഭീര അഭിപ്രായമാണ് തിയേറ്ററിൽ നേടിയത്. തീർത്തും വ്യത്യസ്തമായ അനുഭവമാണ് സിനിമ സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ട പ്രേക്ഷകരൊക്കെ നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് പറഞ്ഞിട്ടുള്ളതും. എങ്കിലും കൃഷാന്തിന്റെ മുൻ ചിത്രങ്ങൾ പോലെ ഇതും തിയേറ്ററിൽ വമ്പൻ പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷാന്ത് അടുത്തതായി ചെയ്യാൻ പോകുന്നത് മോഹൻലാൽ ചിത്രമാണ് എന്നുള്ള ശക്തമായ റൂമറുകളുണ്ട്. മണിയമ്പിള്ള രാജു നിർമ്മിച്ച് കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ലാലേട്ടനെ വെച്ച് വരുന്നതെന്നാണ് അറിയുന്നത്. കൃഷാന്ത് തന്നെ പല ഇന്റർവ്യൂസിലും അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൃഷാന്ത് വളരെ വ്യത്യസ്തമായി സിനിമകൾ ചെയ്യുന്ന സംവിധായകനാണ്. മലയാളത്തിൽ പൊതുവെ കണ്ടിട്ടുള്ള ഒരു സംവിധാന രീതിയോ ആഖ്യാന ശൈലിയോ ഒന്നുമല്ല കൃഷാന്തിനുള്ളത്. മോഹൻലാലിനെ പോലെ മലയാളത്തിലെ ഏറ്റവും വലിയ താരത്തെ വെച്ച് ഒരു സിനിമ വരുന്ന സമയത്ത് അത് ഭൂരിഭാഗം പ്രേക്ഷകർക്കും ദഹിക്കുന്ന രീതിയിലുള്ളൊരു സിനിമയായിരിക്കണം. നിലവിൽ കൃഷാന്ത് ഫോളോ ചെയ്യുന്ന സിനിമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഭൂരിഭാഗം പ്രേക്ഷകർക്കും അത്രത്തോളം താല്പര്യമുള്ള ഒരു രീതിയല്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരം സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെടുന്നത്. തീർത്തും വ്യത്യസ്തമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന സിനിമയാണ് കൃഷാന്ത് നൽകുന്നതെങ്കിലും ഒരു സൂപ്പർ താരമൊക്കെ ഒരു സിനിമയുടെ ഭാഗമായി വരുമ്പോൾ ആ സിനിമയെക്കുറിച്ച് വമ്പൻ പ്രതീക്ഷകളുണ്ടാവും. സാധാരണക്കാരായ പ്രേക്ഷകരാവും കൂടുതലും തിയേറ്ററിലെത്തുക. അപ്പോൾ അവർക്ക് തൃപ്തികരമാവുന്ന രീതിയിലുള്ള ഒരു സിനിമയല്ല എങ്കിൽ അത് തിയേറ്ററിൽ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. കൃഷാന്തിന്റെ ലാലേട്ടൻ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശങ്ക അതുതന്നെയാണ്. കൃഷാന്തിന്റെ ആഖ്യാന ശൈലി ഭൂരിഭാഗം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. എന്തായാലും മോഹൻലാലുമായുള്ള കൃഷാന്തിന്റെ സിനിമ സംഭവിക്കട്ടെ. മോഹൻലാലിന് തീർത്തും വ്യത്യസ്തമായ ഒരു സിനിമ സമ്മാനിക്കാൻ കഴിവുള്ള സംവിധായകനാണ് കൃഷാന്ത്. തിയേറ്ററിലെ വിജയം എന്നുള്ളത് സെക്കൻഡറി ആയി മാറ്റി നിർത്തിയാൽ ഒരു മികച്ച സിനിമ സമ്മാനിക്കാൻ കൃഷാന്തിന് കഴിയേണ്ടതാണ്. കാരണം അദ്ദേഹത്തിന്റെ കരിയറിലെ സിനിമകൾ എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അത്രത്തോളം വ്യത്യസ്തമായ സിനിമകൾ സമ്മാനിച്ച, അത്രത്തോളം താനെന്ന സംവിധായകനെ അടയാളപ്പെടുത്തിയ സിനിമകളാണ് കൃഷാന്തിൻ്റെത്. എന്തായാലും മണിയമ്പിള്ള രാജുവിന്റെ നിർമ്മാണത്തിൽ ലാലേട്ടനെ നായകനാക്കി കൃഷാന്തിന്റെ സിനിമ വരട്ടെ.